നമ്മളെ ഏവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് ഈയിടെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ഭീകരാക്രമണമാണ് കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായത്. ടൂറിസ്റ്റുകൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഏകദേശം 5ഓളം പുരുഷന്മാരും കുറേയധികം ആൾക്കാർക്ക് അപകടവും പറ്റിയിട്ടുണ്ട്. അതും ഡെഡ്ലി ആയിട്ടുള്ള അപകടം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന അതിമനോഹരമായ കാശ്മീരിലെ ഒരു സ്ഥലമാണ് പഹൽഗാം, അല്ലെങ്കിൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത്. ലോക ഭൂപടത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം. അതും വിവാദത്തിൽ, പലതരത്തിലുള്ള വിവാദത്തിൽ എപ്പോഴും പാകിസ്ഥാൻ നമ്മളുമായിട്ട് കൂടുതൽ ആക്രമണങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഈ വേളയിലെല്ലാം തന്നെ ഇന്ത്യ നെഞ്ചോട് ചേർത്ത് നമ്മുടെ ഒരു പ്രദേശമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ സൈനികർ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഇടയുണ്ടായിട്ടുള്ള കാശ്മീരിലെ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. പണ്ടത്തെ കാശ്മീരല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, മറ്റുള്ള പുരോഗതികളും, കൃഷിയായാലും അവിടെ നിന്ന് തന്നെ ഒരുപാട് കൃഷി ഐറ്റങ്ങൾ പുറത്തോട്ടെല്ലാം കയറ്റുമതി ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു നല്ല തരത്തിലുള്ള GDP അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള ഒരു എക്കോണമി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിലുണ്ടായ ആ വലിയ മാറ്റങ്ങളെല്ലാം തന്നെ പലരെയും ചൊടിപ്പിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ ഒരു ഭീകരാക്രമണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈയിടെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളിലൊന്നാണ് അവിടെ ഒരു ബൈഫർക്കേഷൻ നടക്കുകയും ആ ഒരു സംസ്ഥാനത്തെ 2 യൂണിയൻ ടെറിട്ടറികളാക്കി മാറ്റി ഒരു സ്ഥലത്ത് ഈ പറയുന്ന പോലെ നിയമസഭ സ്ഥാപിക്കുകയും അവിടെ ജനാധിപത്യ രീതിയിൽ ഉള്ള കാര്യങ്ങൾ നടക്കുകയും തെരഞ്ഞെടുപ്പ് നടക്കുകയും അങ്ങനെയെല്ലാം നടന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് 370 ആർട്ടിക്കിൾ റദ്ദാക്കിയത്. അതുമൂലം അവിടെ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. അവിടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ബിസിനസ് തുടങ്ങുന്നതിനായാലും അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീകൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിവാഹം ചെയ്തു പോയ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കുവാനും അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഈ സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടായത് കുറേയധികം ആൾക്കാരെ ബാധിച്ചു. കുറേയധികം ആൾക്കാരെ അത് ഒരു വിവാദത്തിന് വഴിവെക്കുകയും ഇതുമൂലം അവരെ പ്രൊവോക്ക് ചെയ്യുകയും അങ്ങനെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾക്ക് ഇത് സഹിക്കാതെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഭീകരാക്രമണങ്ങളെല്ലാം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടി തന്നെ സത്യം പറഞ്ഞാൽ കാശ്മീരിലുണ്ടായ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് സെൻട്രൽ ഗവൺമെൻറ് അവിടെ കൊണ്ടുവന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വെച്ച് ഒരു പ്രധാന സ്പോട്ടായിട്ട് മാറിക്കഴിഞ്ഞു കാശ്മീർ എന്ന് പറയുന്നത്. കാര്യം പല സംസ്ഥാനങ്ങളിൽ നിന്നും അന്യരാജ്യങ്ങളിൽ നിന്നുമെല്ലാം അവിടെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 370 റദ്ദാക്കിയതോടുകൂടി ഏവർക്കും അവിടെ സ്ഥലം വാങ്ങാനുള്ള ഒരു അവകാശമായി. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങി. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പല നടപടികളും ഇല്ലാതായി. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളാണ് 370 റദ്ദാക്കിയത് കൊണ്ട് അവിടെ ഉണ്ടായത് തന്നെ. അപ്പോൾ ഈ പല ആക്രമണങ്ങളും പാകിസ്ഥാൻ സ്പോൺസേർഡായിട്ടുള്ള തീവ്രവാദ പ്രവൃത്തികളാണ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ ആക്രമണം തന്നെ തീർച്ചയായിട്ടും മതം പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു. അതായത് മതം ചോദിച്ചുകൊണ്ട് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് മതം ചോദിച്ച് മനസ്സിലാക്കി കൊന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാമിക് ഭീകരവിരുദ്ധത നമ്മൾ കാണിക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ളത്. അതായത് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഭീകരവാദികളാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടതെന്നുള്ളത് വളരെയധികം സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ പുരോഗതി കൈവരിക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന വികസനങ്ങളും എല്ലാം തന്നെ ഇവരെ ചൊടിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ള ഒരു കാര്യം. വളരെയധികം ഡെവലപ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന ജമ്മു കാശ്മീർ, അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകാരെ ആകർഷിക്കുകയും അതുമൂലം വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് ഈ പറയുന്ന പോലുള്ള തീവ്രവാദ ആക്രമണം അഴിച്ചുവിടുകയുണ്ടായത്.
ആൻഡ് ദ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് തന്നെ. അതായത് ലഷ്കർ ഇ തൈബ എന്ന് പറയുന്ന സംഘടനയിൽ നിന്നുണ്ടായ 2019 ഈ പറയുന്ന പോലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് ഉണ്ടായ ഒരു സംഘടനയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സംഘടനയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെ ഒരു പ്രത്യേകിച്ചൊരു സ്വയംഭരണ അവകാശം നൽകിക്കൊണ്ട് ഒരു പ്രത്യേക രാജ്യമായി നിലനിർത്തണമെന്നും അതുപോലെ തന്നെ ദേശവിരുദ്ധമായിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരണമെന്നും ഉള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ട് ഈ ഒരു സംഘടനയെ ആ സമയത്ത് റദ്ദാക്കുകയും ഇതിൻ്റെ നേതാവായിട്ടുള്ള ഉമർ മുഖ്തറെ ഈ പറയുന്ന പോലെ ആ സമയത്ത് ജമ്മു കാശ്മീർ പോലീസ് വധിക്കുകയുമാണ് ഉണ്ടായത്. പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം എന്ന് പറയുന്നത് അവിടെ പട്ടാളക്കാരുടെ വേഷത്തിൽ വന്ന ഭീകരവാദികളാണ് അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളെ എല്ലാം തന്നെ ആക്രമിച്ചത്. അതിൽ ഈ പറയുന്ന കൂടുതലും പുരുഷന്മാരാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അതിൽ എല്ലാവരും ആക്രമിക്കപ്പെട്ടു. പക്ഷേ കൂടുതലും ടാർഗറ്റ് ചെയ്തത് എന്ന് പറയുന്നത് അവർ മതം ചോദിച്ചുകൊണ്ട് മുസ്ലിം ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അമുസ്ലിമായിട്ടുള്ള ആൾക്കാരെയാണ് അവർ വധിച്ചത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മതപരമായിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ് എന്നുള്ളതിൽ നമുക്കാർക്കും ഒരു സംശയമൊന്നുമില്ല. കാര്യം നമുക്ക് ഇതിപ്പോൾ ഇവർ വെടിയുതിർത്തത് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെയോ അല്ലെങ്കിൽ പോലീസുകാരെയോ ഒന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന സിവിലിയൻസിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ഈ പറയുന്ന പോലെ സമാധാനപരമായിട്ട് പോകുന്ന സ്ഥലമല്ല കാശ്മീർ എന്ന് അവർക്ക് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് മുഖേന അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാക്കി ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ച കൊണ്ടുവരുന്നതിന്, അതായത് കാശ്മീർ ഇപ്പോഴും ഒരു പ്രശ്നബാധിത സ്ഥലമാണ്, അവിടെ ടൂറിസ്റ്റുകൾക്ക് വരാൻ ആയിട്ട് സേഫായിട്ടുള്ള ഒരു സ്ഥലമല്ല എന്ന് പറഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ച ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിറകെ ഉണ്ട് എന്നുള്ളതൊരു വ്യക്തമാണ്. പല ആൾക്കാരും ഒരു ഡിഫൻസ് ആയിട്ട് പറയുന്നുണ്ട് ഇസ്ലാമിസ്റ്റ് ഭീകരവാദം എന്ന് പറയുന്നൊരു കാര്യമില്ല എന്നുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന, അതായത് ഈ ലോകത്തുണ്ടായിട്ടുള്ള പല ഭീകരാക്രമണത്തിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ഒരു ഭീകരാക്രമണം, ഈ സ്ട്രക്ചറിലുള്ള ഒരു ഭീകരാക്രമണമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പം കാര്യം ഇവിടെയും ഇപ്പോൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യം ഒരു പ്രത്യേക മതത്തിനെ ഒരു സുപ്പീരിയർ ഇതിൽ ആക്കിക്കൊണ്ട് മറ്റുള്ള ഇതര മതത്തിൽപ്പെട്ടവരെ അവരുടെ പേര് ചോദിച്ച് അവരെ വധിക്കുക അല്ലെങ്കിൽ അവരുടെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതിനെ കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത്, അതായത് ഇങ്ങനെ ഒരു പ്രശ്നബാധിത സ്ഥലം എന്ന് പ്രത്യേകം ഊന്നി കാണിക്കാൻ വേണ്ടിയിട്ടും, അതായത് വളരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന ഈ സ്ഥലത്ത് വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കി ഇങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ചയാക്കാനുമുള്ള ഇവരുടെ ഈ പറയുന്ന ഗൂഢശ്രമങ്ങളെ എല്ലാം തന്നെ നമ്മുടെ രാജ്യം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സൈനികർ ഇടപെട്ട് ഇതിനൊരു തിരിച്ചടി നൽകണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറ്റുള്ള സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ ചെയ്യുന്ന അതേ രീതിയിലുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ദ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയും ചെയ്തിട്ടുള്ളത്. അതായത് ഇസ്രായേൽ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന്, അതായത് ഇസ്രായേൽ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇസ്രായേലിലുള്ളവരോട് എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. അതുപോലെയുള്ള കാര്യം തന്നെയാണ്, അതുപോലെയുള്ള അതേ സ്ട്രക്ചറിലും അതേ പാറ്റേണിലും ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവർ ഇന്ത്യയിലും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഇങ്ങനെയുള്ള തീവ്രവാദങ്ങൾ ഉണ്ടാക്കി അവിടെയുള്ള ഈ പറയുന്ന പോലെ മറ്റുള്ളവരെല്ലാം അടിച്ചമർത്തുക എന്നുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല ഇതൊരു പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു തീവ്രവാദാക്രമണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും അതുപോലെ തന്നെ നോട്ട് നിരോധനവും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലും ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം വന്നത് തന്നെ പാകിസ്ഥാനിലുള്ള പല സംഘടനകളെയും അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ഒരു ഗ്രൂപ്പിനെയും എല്ലാം വളരെ അസ്വസ്ഥരാക്കിയെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റുള്ളൊരു കാര്യം, എങ്ങനെയാണ് ഇസ്രായേലിലുള്ള ആൾക്കാർ അതിനെ പ്രതിരോധിച്ചത്, അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള സംഘടനയെ നമ്മൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നും
ഉണ്ടാകേണ്ടത്. അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യം ഈ മരിച്ചവർക്കുള്ള ഒരു ആദരാഞ്ജലിയായിട്ട് തീർച്ചയായിട്ടും സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിനൊരു നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ അഹിംസ എന്ന് പറയുന്ന കാര്യം കാണിച്ചിട്ട് കാര്യമില്ല. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സൈനികരും ഇതേ രീതിയിൽ ഇതൊക്കെ മേലെയുള്ള തിരിച്ചടി നൽകണമെന്നുള്ളതാണ് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ ഭീകര ആക്രമണത്തിന് ഇടയിലും അവർ ചോദിച്ച ഒരു കാര്യം, അതായത് സൈനിക വേഷത്തിൽ വന്ന ആ ഒരു തീവ്രവാദ പ്രവർത്തകർ ചോദിച്ച ഒരു കാര്യം ഇത് തന്നെയാണ്. കാര്യം ഏത് മതത്തിൽപ്പെട്ടതാണ്, ഇത് മതത്തിൽപ്പെട്ടതാണ് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവർ ആക്രമണം അഴിച്ചു വിട്ടത് തന്നെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു ആക്രമണങ്ങളെല്ലാം തന്നെ വച്ചുപൊറുപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ എല്ലാം അടിച്ചമർത്തുക എന്നുള്ള ഈ ഒരു കാര്യം ഒരിക്കലും വച്ചുപൊറുപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമേ അല്ല. ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ പണ്ട് 1921 ഉണ്ടായ ഒരു കലാപം എന്ന് പറയുന്നതും. അന്ന് ഈ പറയുന്ന പോലെ മതം ചോദിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്യാത്തവരെ എല്ലാം കത്തിക്കിരയാക്കി അന്ന് ഈ പറയുന്ന പോലെ കൊന്ന ചരിത്രവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമുക്കറിയാവുന്ന പോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന ഈ സമയത്താണ് ഈ ഭീകരാക്രമണം ഉണ്ടായെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്കിപ്പോഴും വരുത്തി തീർക്കണം, ഇന്ത്യയിൽ ഇപ്പോഴും ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട്, മതത്തിൻ്റെ പേരിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണെന്നും അതുമൂലം ഇവിടെ സമാധാനം എന്നുള്ള ഒരു കാര്യമില്ല എന്നും ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ചയാക്കി മാറ്റണമെന്നുമുള്ള ഒരു ഗൂഢാലോചനയോട് കൂടിയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടതെന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ ബാക്കിലുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അപ്പോൾ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ടൂറിസ്റ്റുകളെ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയുള്ള പട്ടാളക്കാരെയോ പോലീസുകാരെയോ ഇവരുടെ നേരിലോ അല്ല ഈ ആക്രമണം ഉണ്ടായത്, അവിടെ വന്ന ടൂറിസ്റ്റുകളുടെ നേരിലാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഒരു വാർത്തയാക്കി തീർക്കണം. ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇപ്പോഴും മതത്തിൻ്റെ പേരിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്നും ഇവിടെ സേഫ് അല്ലെന്നും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമല്ല എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ വരുത്തി തീർത്താൽ മാത്രമേ സാമ്പത്തികമായിട്ട് ഈ പറയുന്ന ആ സ്ഥലത്തിനെ തകർക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഭീകരാക്രമണം അഴിച്ചുവിട്ടത് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ആ ആക്രമണം ഉണ്ടായ സമയത്ത് മറ്റൊരു കാര്യം നടന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആക്രമണത്തിൽ കൂടുതലും അവിടെയുള്ള പുരുഷന്മാരെ ആണ് കൂടുതൽ വധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് അവിടെയുള്ള കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവിനെ വധിച്ചതിൻ്റെ കൂട്ടത്തിൽ എന്നെ കൂടി വധിക്കണമെന്ന്. അപ്പോൾ അവർ പറയുകയുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിന്നെ വധിക്കുന്നില്ല, നിന്നെ വെറുതെ വിടുന്നു, നീ പോയി മോദിയോട് പറ എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ വിരോധം നമ്മുടെ രാജ്യത്തിനോടും നമ്മുടെ പ്രധാനമന്ത്രിയോടുമാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം, നമ്മുടെ രാജ്യത്തിലെ പല മതവിഭാഗത്തിൽപ്പെട്ടവരും വളരെ സാഹോദര്യത്തോടു കൂടി കഴിയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഒരു മതസ്പർദ്ധയുണ്ടാക്കി, ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി, ഈ പറയുന്ന പോലെ ഈ സ്ഥലം ഒരു സേഫ് അല്ലാത്ത ഒരു സ്ഥലമാണെന്ന് വരുത്തി തീർക്കുകയും ജമ്മു കാശ്മീരിനെ പഴയ പോലെ തന്നെ ഒരു പ്രശ്നബാധിത സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയത്. അതിന് ഒരിക്കലും ആ പരിപ്പ് ഒരിക്കലും ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ വേവില്ല എന്നുള്ളതിന് ഉദാഹരണം തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു തിരിച്ചടിയായിട്ട് നമ്മുടെ സൈനികർ കൊടുക്കുമെന്നുള്ളതാണ്. പല ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിന് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ആ പഹൽഗാമിൽ പൊലിഞ്ഞ് വീണ ജീവനുകൾക്ക് ഒരു ആദരാഞ്ജലിയായിട്ട് ഇന്ത്യയിലുള്ള സൈനികർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇതിനൊരു തിരിച്ചടി കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.